വി ആർ ഫെയിലിംഗ് ആസ് എ സൊസൈറ്റി ആൻഡ് ആസ് എൻ ഇൻഡിവിജ്വൽ. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ബാക്കിയുള്ള കൺട്രീസിൽ എന്താണ് ട്രെൻഡിങ്, അല്ലെങ്കിൽ അവരുടെ ട്രെൻഡ് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഇവിടെ കോപ്പി അടിച്ച് ചെയ്യാൻ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഫാഷന്റെ കാര്യങ്ങളായിക്കോട്ടെ, സ്കിൻ കെയറിന്റെ കാര്യങ്ങൾ, കൊറിയൻ ഗ്ലോയിങ് സ്കിന്നിന്റെ ഒരു ട്രെൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാല് ഇപ്പം ആവശ്യമില്ലാത്ത ആക്റ്റീവ്സ് ഓരോ പ്രൊഡക്റ്റിൽ കയറ്റി അത് യൂസ് ചെയ്യുക, എന്നിട്ട് അവരുടെ പോലത്തെ സ്കിൻ ഇവിടെ കൊണ്ടുവരിക. പിന്നെ അത് ഫുഡിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഫാഷന്റെ കാര്യത്തിലായിക്കോട്ടെ, എന്ത് കാര്യത്തിലായിക്കോട്ടെ, ബാക്കിയുള്ള കൺട്രീസ് എന്തിനാണോ മുന്നിട്ട് നിൽക്കുന്നത് ആ കാര്യങ്ങൾ കോപ്പി അടിച്ച് ഇവിടെ ചെയ്യാണ്. നമുക്കായിട്ടൊരു അതോറിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള. നമ്മൾ ശരിക്കും ആ ഒരു സൈഡിലേക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത്? വൈ ആർ വി നോട്ട് തിങ്കിങ് ടു ക്രിയേറ്റ് എ സ്പേസ് ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ് and create an authority and set our standards? Why? If this doesn't boil your blood, then what kind of citizen are you? നമുക്ക് അങ്ങനെ ഒരു അതോറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരോട് എന്തുകൊണ്ട് പറ്റില്ല? ഇത്രയും റിസോഴ്സസ്, ഇത്രയും പോപ്പുലേഷൻ, ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉള്ളപ്പം എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല? അതുപോലെ തന്നെ എന്ത് ഡിമാൻഡിലും സപ്ലൈ ചെയ്യാനുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ വൈ നോട്ട്? നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്ത്, എവിടെന്ന്, എങ്ങനെ തുടങ്ങണം എന്ന് ആർക്കും അറിയില്ല, ഒരു ഐഡിയ ഇല്ല. എല്ലാവരും ഫോളോ ചെയ്യുന്നത് യൂഷ്വലി ഒരു സൈക്കിൾ ഉണ്ട്. ഒന്ന് ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക, തട്ടിമുട്ടി ജീവിച്ചു പോവുക. ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോഴും പലരും ഇത് കേട്ടിരിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് കാണിക്കുന്നില്ല. എല്ലാവർക്കും ബോറടിയാണ്. വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് എന്താണെന്നറിയും? അതാണ് എന്റർടൈനിങ് കണ്ടന്റ്സ്. ഇപ്പം ഫണ്ണി വ്ലോഗ്സ് ആയിക്കോട്ടെ, ഡോപ്പമിൻ ബൂസ്റ്റ് കിട്ടുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് കാണാൻ ഇഷ്ടമുള്ളൂ. അത് അങ്ങനെ ആയിരിക്കുകയാണ് സൊസൈറ്റി. എന്റർടൈനിങ് ആയിരിക്കണം, എപ്പോഴും ഹാപ്പി ഫീൽ ആയിരിക്കണം എല്ലാവർക്കും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ നോളജ് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാനോ ആർക്കും അതിനൊരു സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഇതിന് സമയമുണ്ട്, അതിന് സമയമില്ല. ലെറ്റ് മി ടെൽ യു സിനാരിയോ. നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഒരു റിസ്ക് ടേക്കർ ഉണ്ട്, ഒരു പ്രൊവൈഡർ ഉണ്ട്. ആ ആള് നാളെ ബെഡ് റിട്ടേൺ ആയി അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി, നിങ്ങളുടെ സ്റ്റെപ്പ് എന്തായിരിക്കും? ആദ്യമൊക്കെ എല്ലാവരും വന്ന് സഹായിക്കും, കുറച്ചൊക്കെ സഹായിക്കും. അത് ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്, അതുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങളപ്പോ നിങ്ങളുടെ പാഷൻ ഇതാണ്, എന്റെ ഇഷ്ടം അതാണ്, എനിക്ക് ഇങ്ങനെ നടക്കാൻ ഇഷ്ടം, അതൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കൂല. നിങ്ങൾക്ക് എങ്ങനെയാലും വീട്ടിൽ പ്രൊവൈഡ് ചെയ്യണം, ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ചിന്ത എപ്പോൾ ഉണ്ടാവുള്ളൂ. ആ ഒരു കംഫർട്ട് സോൺ നിങ്ങളപ്പോ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ട് അപ്പോഴത്തേക്ക് വെക്കുന്നു? ഇപ്പൊ എന്തുകൊണ്ട് ആയിക്കൂടാ? അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ എന്ത് ജോലിയും ചെയ്യും, പൈസ ഉണ്ടാക്കാൻ എന്ത് ജോലി നിങ്ങളപ്പോ ചെയ്യും. അത് നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ബെഡിൽ കിടക്കുക, എന്താണോ കാണാൻ പറ്റുക അതൊക്കെ കാണുക, എന്റർടൈനിങ് കണ്ടന്റ്സ് കാണുക. ഇപ്പൊ ഇത് കാണുമ്പോൾ പോലും എനിക്ക് തോന്നുന്ന ബോർ അടിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത്, സ്റ്റാർട്ട് ഡൂയിങ് സംതിങ്. എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുക, എന്തെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, കമ്മ്യൂണിക്കേഷൻ പഠിക്കുക, ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാനിപ്പോ എന്താ പോയി പഠിക്കുക, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊന്നും ആയിട്ടില്ല. ഇപ്പൊ ഈ പറയുന്ന ഞാൻ പോലും വലുതായിട്ടൊന്നും ആയിട്ടൊന്നുമില്ല. പക്ഷെ ഐ എം തിങ്കിങ് ഇൻ ദ റൈറ്റ് പാത്ത്. എനിക്കറിയാം. ഒന്നും ചെയ്യാണ്ട് ഞാൻ ഇരിക്കുന്നില്ല. സ്റ്റാർട്ട് സംതിങ് റാദർ ദാൻ വേസ്റ്റിംഗ് യുവർ ടൈം. സ്റ്റാർട്ട് ഏർലി ആസ് പോസിബിൾ. കാരണം എന്താ പറഞ്ഞാല്, എനിക്ക് എൻ്റെ ഉള്ളിൽ ഡീപ്പായിട്ട് ഒരു റിഗ്രറ്റ് ഉണ്ട്. ഞാൻ ഇത് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ എനിക്ക് കൊള്ളാമായിരുന്നു, ഞാൻ ഇപ്പൊ എവിടെയെങ്കിലും എത്തിയേനെ എന്നുള്ളൊരു സംഭവം എനിക്ക് മൈൻഡിൽ ശരിക്കുണ്ട്. അതാണ് എൻ്റെ ഈ മോട്ടീവ്, ഈ വീഡിയോ എടുക്കാനുള്ള മോട്ടീവ് അതാണ്. അപ്പം എത്രയും പെട്ടെന്ന് പറ്റുമോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സ്റ്റാർട്ട് സംതിങ്. ബെസ്റ്റ് ഏജ് എന്ന് പറയുന്നത് 17, 18, 19 ആണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനുള്ള സമയമുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് കുറവാണ് വിത്ത് കമ്പയറിംഗ് ടു യുവർ ഫ്യൂച്ചർ. നിങ്ങൾക്ക് പുതിയ ലാംഗ്വേജ് പഠിക്കാം, എങ്ങനെ പുതിയ ആൾക്കാരോട് സംസാരിക്കണം എന്ന് പഠിക്കാം, സെയിൽസ് പഠിക്കാം, മാർക്കറ്റിംഗ് പഠിക്കാം, കണ്ടന്റ് ക്രിയേഷൻ പോലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലൈക്ക് ഐ സെഡ്, സ്റ്റാർട്ട് ലേണിംഗ് സംതിങ് ദാറ്റ് എലിവേറ്റ്സ് യുവർ സ്റ്റാറ്റസ്. ഇപ്പം നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ സ്കൂളിങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്തിനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്? മിക്ക പേരൻസിനും സ്റ്റുഡൻസിനും ഈവൻ ടീച്ചേഴ്സിനും പോലും കൺഫ്യൂഷൻ ഉള്ളൊരു സംഭവമാണ്. കൺഫ്യൂഷൻ അല്ല, അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എന്താ ചെയ്യുക? രാവിലെ എണീക്കുന്നു, കഷ്ടപ്പെട്ട് എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഡ്രസ്സ് അയൺ ചെയ്യുന്നവരുണ്ടാവും, അയൺ ചെയ്ത് വെച്ചിട്ടുള്ളവരുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ, ഡിസിപ്ലിൻ
ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എന്നാ സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വരുന്നു, ഇങ്ങനെയുള്ള ഒരു റൊട്ടീൻ ഉണ്ട്. ആ റൊട്ടീൻ ഫോളോ ചെയ്യുക. ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു റൊട്ടീനാണിത്. അത് നമ്മൾ ഫോളോ ചെയ്യാണ്. അത് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? കൺസിസ്റ്റൻസി നമ്മൾ പഠിക്കുകയാണ്. കൺസിസ്റ്റൻസി പഠിക്കും. ഇഷ്ടം ഇല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ സ്കൂളിൽ പോകണം എന്നുള്ള കാര്യം പഠിക്കും. ബോറിംഗ് ആണെന്ന് അറിയാവുന്നിട്ടും പോണം. ഹോംവർക്ക് ചെയ്യാനുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും. ചെയ്തവർക്ക് അടി കിട്ടൂല, ചെയ്യാത്തവർക്ക് അടി കിട്ടും. ആ പ്രോബ്ലം ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആൾക്കാരോട് സോഷ്യലൈസ് ചെയ്യാൻ പഠിക്കും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ സ്കൂളിങ്ങിലൂടെ പഠിക്കേണ്ട. സബ്ജക്റ്റിന് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ, ഇത്ര മാർക്കേ കിട്ടുന്നുള്ളൂ എന്നുള്ള സബ്ജക്റ്റിന്റെ മാർക്കല്ല. ദാറ്റ്സ് നോട്ട് ദ മോട്ടീവ് ഓഫ് സ്കൂളിംഗ്. പിന്നെ സെൽഫ് ഡെവലപ്മെന്റിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു നല്ലൊരു മെന്ററിനെ കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ആക്ച്വലി അതെങ്ങനെ യൂസ്ഫുൾ ആവും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പേരൻസ് ആൻഡ് ടീച്ചേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അവരുടെ നല്ലൊരു മെന്റർ ആവാൻ ശ്രമിക്കുക. ഒരു കുട്ടിയുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കി അത് ട്രെയിൻ ചെയ്യുന്നതാണ് ഒരു ഗുഡ് മെന്റർഷിപ്പ്, അല്ലെങ്കിൽ ഒരു ഗുഡ് മെന്ററിന്റെ ജോലി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ ബുക്കിലുള്ളത് മാത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല. ജനറൽ നോളജ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് പബ്ലിക് സ്പീക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ്, സ്കിൽസ് ലൈക്ക് ദാറ്റ് ഈസ് വേ മോർ ഇമ്പോർട്ടൻറ്റ് ടു സർവൈവ് ഇൻ ദിസ് കോമ്പറ്റേറ്റീവ് വേൾഡ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, നമ്മുടെ കൺട്രിയിൽ മോർ സ്റ്റാർട്ടപ്സ്, മോർ ബിസിനസ് വരണം, ട്രേഡിങ് നടക്കണം, ഡിമാൻഡ് ആൻഡ് സപ്ലൈ കൂടണം. അതിന് നമ്മൾ യങ്ങർ ജനറേഷനെ കേപ്പബിൾ ആക്കണം. എങ്ങനെ കേപ്പബിൾ ആക്കണം? ഫ്രം എ യങ്ങർ ഏജ് വി ഷുഡ് ട്രെയിൻ ദം ടു ഹാവ് എ ബിഗർ വിഷൻ. വലിയൊരു വിഷൻ ഉണ്ടാവണം. അല്ലാണ്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന അപ്പുറത്തുള്ള കടക്കാരുമായിട്ടോ, അല്ല ഇൻസൈഡ് ദ സ്റ്റേറ്റിലുള്ള ബ്രാൻഡുമായിട്ടോ, അല്ല ഔട്ട്സൈഡ് ദ സ്റ്റേറ്റിലുള്ള ബ്രാൻഡുമായിട്ടോ അല്ല, ഒരു ഗ്ലോബൽ വിഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്ലോബലി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ ഇതിൽ നിന്ന് മാറ്റി ചിന്തിക്കാതിരിക്കാനാണ് സം പീപ്പിൾ വിത്ത് പവർ ഈസ് ട്രൈങ് ടു ക്രിയേറ്റ് ഡിസ്ട്രാക്ഷൻസ്. ലൈക്ക് മതം പറഞ്ഞ തല്ലുണ്ടാക്കിപ്പിക്കുക, ഇൻസൈഡ് ദ കൺട്രി എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ടുവരിക, എല്ലാവരുടെയും ഫോക്കസ് അതിലേക്ക് ആക്കുക. സിമ്പിൾ ആയിട്ട് ഇത്രയും ചിന്തിക്കുക. എന്തുകൊണ്ട് ഡ്രഗ്സ് എല്ലാം ഇത്രയും റെസ്ട്രിക്റ്റഡും ഇത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിട്ടും ഈ 10ഉം 13ഉം വയസ്സുള്ള പിള്ളേരുടെ കയ്യിൽ ഇതൊക്കെ എത്തുന്നു? ഇത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിട്ടും ഇവരുടെ കയ്യിൽ എത്തുന്നുണ്ടെങ്കിൽ ഇമാജിൻ ദെയർ പവർ. ഇറ്റ് കുഡ് ബി എ സിസ്റ്റം, അല്ലെങ്കിൽ ഒരു കൺട്രി ആവാം, നമ്മൾ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു കൺട്രി ആവാം, സംതിങ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് വിറ്റ് കിട്ടുന്ന വരുമാനമാണ് അവരുടെ മോട്ടീവ് എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. നമ്മുടെ യങ്ങർ ജനറേഷൻ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതാണ് അവരുടെ മോട്ടീവ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ പോപ്പുലേഷന്റെ 50% ആൾക്കാർ മാത്രം പീക്ക് പെർഫോമൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് നമ്മൾ അൺബീറ്റബിൾ ആയിരിക്കും. യൂറോപ്പും അമേരിക്കയൊക്കെ അവരുടെ റിസോഴ്സസ് എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യാണ്. ഈവൻ ദ ബെസ്റ്റ് മാൻ വർക്കിംഗ് ഇൻ ദയർ സിസ്റ്റം ഈസ് ഫ്രം അവർ കൺട്രി. ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ട് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? കാരണം അതിന്റെ നീഡുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഇത്രയും റിസോഴ്സസും ഇത്രയും പോപ്പുലേഷനും ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിട്ടും നമ്മൾ ആ ഒരു ലെവലിൽ എത്താത്തതിന്റെ കാരണം എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കുക. ചിലപ്പോൾ അവരായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ കൺട്രിയിൽ മോർ സ്റ്റാർട്ടപ്സ് വരണം, മോർ ഓൺടർപ്രണേഴ്സ് വരണം, മോർ ബിസിനസ്സസ് വരണം, ട്രേഡിങ് നടക്കണം, ഡിമാൻഡ് ആൻഡ് സപ്ലൈ കൂടണം. ഇത്തരം പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഒരു പാർട്ടി വിചാരിച്ചാലോ, ഒരു ഇൻഡിവിജ്വൽ വിചാരിച്ചാലോ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി വിചാരിച്ചാലോ ഒന്നും ഇതിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അതിന് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ നമ്മുടെ ഇൻഡിവിജ്വൽ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യാൻ തന്നെ വിചാരിക്കണം. അതുപോലെ തന്നെ വരുന്ന യങ്ങർ ജനറേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്കൂളിംഗ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എന്ത് സിസ്റ്റം ആയിക്കോട്ടെ, അവർക്കൊരു ബ്രോഡ് വിഷനിൽ ചിന്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കണം. അതാണ് ഒരു പ്രിലിമിനറി സ്റ്റേജ്. മീൻസ് ഈ ഒരു സോ കോൾഡ് ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് കൺട്രീനെ എത്തിക്കാൻ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ വിചാരിക്കണം. അവർക്ക് അതിനുള്ള നീഡ് ഉണ്ടാവണം. അപ്പൊ ഞാൻ ഇതിനു മുന്നേ ഇട്ട വ്ലോഗ് എല്ലാം എന്റർടൈനിങ് പർപ്പസ് ആയിരുന്നു. അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു ലെഷർ ടൈം, എൻ്റെ ജോലി കഴിഞ്ഞിട്ടുള്ള ലെഷർ ടൈമിന് ഞാൻ എടുത്ത വ്ലോഗ്സ് ആണ് അത് കൂടുതലും. ഞാൻ ശരിക്കും എൻ്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ ഇടാഞ്ഞത്. വളരെ ബിസി ആയിപ്പോയി. അപ്പം ഇനിയും ഇങ്ങനത്തെ കണ്ടന്റ്സിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്.